നമസ്കാരം. നിളവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളത്തിന്റെ നവീകരണം പൂർത്തിയായി. 1 കോടി രൂപ ചെലവഴിച്ചാണ് കുളം നവീകരണം പൂർത്തിയാക്കിയത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മാങ്ങാട്ടുകുളം. ഏകദേശം 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഈ കുളം വിശാലമായി കിടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടന സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന മന്ത്രി എം പി രാജേഷ് പ്രദേശത്തെത്തിയപ്പോഴാണ് അവിടെയുള്ള കൃഷിക്കാരും നാട്ടുകാരും കുളത്തിന്റെ പ്രത്യേകതയും നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിയത്. തീർത്തും നാശോന്മുഖമായ അവസ്ഥയിലുള്ള ഈ ജലസംഭരണിയെ നിലനിർത്താനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് വാഗ്ദാനം നൽകിയതായിരുന്നു മന്ത്രി. 40 ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാൻ കഴിയും. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ ചെറുചാൽ പ്രദേശത്തെ കുളത്തിന്റെ നവീകരണത്തിന് 1 കോടി രൂപ നീക്കിവെച്ചിരുന്നത്. അതിന്റെ നവീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സുസ്ഥിര ത്രിതാലയുടെ ഭാഗമായി ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലായി കുളങ്ങളും ജലസംഭരണികളും നവീകരിക്കുന്നുണ്ട്. 84 ലക്ഷം രൂപ വകയിരുത്തി കപ്പൂർ പഞ്ചായത്തിലെ ചിറാക്കുളത്തിന്റെയും 75 ലക്ഷം രൂപ ചെലവഴിച്ച് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് ക്ഷേത്രക്കുളത്തിന്റെയും പ്രവർത്തികളും നടന്നുവരുന്നുണ്ട്. നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളത്തിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. കുളം കാടുപിടിച്ചും പായൽ നിറഞ്ഞും പാർശ്വഭിത്തികളിടിഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു. ഒരു കാലത്ത് പ്രദേശത്തുകാർക്ക് കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും വലിയ ആശ്രയമായിരുന്നു മാങ്ങാട്ടുകുളം. കുളത്തിലെ ചെളി മുഴുവനായും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കൽ, ചുറ്റുഭാഗവും പുതിയ പടവുകൾ, പാർശ്വഭിത്തി നിർമ്മാണം, സംരക്ഷണവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയത്. കുളത്തിന്റെ നിർമ്മാണം വേനലവധി കാലത്തുതന്നെ പൂർത്തിയായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായി. 2 കോടി രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ മാസം 18-ന് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 30 വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന മുതുതല ആരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത്. മുതുതല സെന്ററിൽ 366 സ്ക്വയർ മീറ്റർ വീതം വിസ്തൃതിയുള്ള 2 നില കെട്ടിടത്തിലാണ് മുതുതല കുടുംബാരോഗ്യ കേന്ദ്രം ഇനി പ്രവർത്തിക്കുക. 2 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 2018-ലാണ് മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. എന്നാൽ സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്തതിനാൽ നിരവധി പരാതികളുടെ നടുവിലായിരുന്നു കേന്ദ്രത്തിന്റെ പ്രവർത്തനം. 2021-22 വർഷത്തിൽ മുഹമ്മദ് മോഹസിൻ MLA ശ്രമഫലമായാണ് 2 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി ലഭ്യമാക്കിയത്. പല സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടു. തുടർന്ന് മുതുതല സെന്ററിൽ അണ്ണേങ്കോട്ടിൽ പരേതനായ ഗോപാലൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം ഭാര്യ ഭാർഗവി പെരുമ്പറ നേശ്യർ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2 നില കെട്ടിടത്തിൽ ഡോക്ടർമാർക്കുള്ള ക്യാബിനുകൾ, ഫാർമസി, ലബോറട്ടറി, ഭരണനിർവഹണ കാര്യാലയം, കാത്തിരിപ്പ് മുറികൾ, ഫിസിയോതെറാപ്പി റൂം, ഐസൊലേഷൻ വാർഡ്, സ്റ്റോർ റൂം, ഡ്രസ്സിംഗ് റൂം, ശുചിമുറികൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 18-ന് ഞായറാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുക. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കാൻ മുതുതലയിൽ ഒരുക്കങ്ങളായി. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മുതുതലക്കാർ. ഞായറാഴ്ച രാവിലെ മന്ത്രി വീണ ജോർജാണ് കെട്ടിടം നാടിന് സമർപ്പിക്കുക. ഉദ്ഘാടന ചടങ്ങ് നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിച്ചു. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മുതുതല സെന്ററിൽ നടന്ന സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. രഘുമാഷയുടെ കാലം തൊട്ട് തുടങ്ങിയ ആ ഒരു പ്രവർത്തനം തുടർന്നുള്ള എല്ലാ ഭരണസമിതികളും അതിനുവേണ്ടി ഏറെ കാലത്തെ വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ 50 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് നിരവധി തവണ വിശദീകരിച്ചതാവുകൊണ്ട് അറിയാവുന്നതാണ്. എങ്കിലും ആ 50 സെന്റ് സ്ഥലത്തിന് വേണ്ടി നിരവധി കാലത്തെ നിയമ പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഭരണസമിതി സ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കും ആ സ്ഥലം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും നമ്മളുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA നമ്മുടെ സർക്കാരിന്റെ ഫണ്ട് 2 കോടി അനുവദിക്കുകയും നമുക്ക് ആ പറഞ്ഞ സമയത്തേക്ക് ആ സ്ഥലം നമുക്ക് പഞ്ചായത്തിന്റെ പേരിലാവാത്തതിന്റെ പേരിൽ നമ്മൾ എന്താ പറയാന്ന് തന്നെ അറിയില്ല, ഒരാഴ്ച കൊണ്ട് സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ ആ 2 കോടി നഷ്ടപ്പെടുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ
അതൊരു വല്ലാത്ത, എല്ലാവരിലും ഒരു വല്ലാത്ത മാനസിക പ്രയാസം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ ആണ്. അതിനുവേണ്ടി എല്ലാവരും കൂടി ഭരത പുരോഗമന പ്രസ്ഥാനത്തിന്റെ അമരക്കാര് എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിശ്രമം ഭാർഗവമ്മയെ പോയി കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഉപരിയായി ഒരു മടിയും കൂടാതെ. വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു, സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ, ബുഷറ സമദ്, സുബൈദ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്നും വലിയ തോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. വല്ലപ്പുഴ ചൂരക്കോടായിരുന്നു സംഭവം. വല്ലപ്പുഴ ചൂരക്കോടാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി ഭാഗത്തു നിന്നും ചൂരക്കോട് ഭാഗത്തേക്ക് വീഴുകയായിരുന്നു ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ നിന്നും പുക ഉയർന്നതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. യന്ത്ര തകരാറാണ് പുക ഉയരാൻ കാരണമെന്നാണ് മനസ്സിലായത്. ഏറെ നേരം പുക നീണ്ടുനിന്നു. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പ്രണയവും സൗഹൃദവും ഓർമ്മിപ്പിച്ച് ഗുൽമോഹർ. വഴിയോരങ്ങളിലെങ്ങും ചുവപ്പണിഞ്ഞ് ഗുൽമോഹർ വസന്തം മുഴക്കുമ്പോൾ കാഴ്ചക്കാരുടെ മനവും കാവ്യാർദ്രമാകും. വേനലിൽ പൂത്തുവിടർന്ന് വസന്തത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്നവയാണ് ഗുൽമോഹർ പൂക്കൾ. പ്രണയവും സൗഹൃദവും ബാല്യകൗമാരവും മാത്രമല്ല, വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരങ്ങൾ പൂവണിയുന്നത്. പാതയോരങ്ങൾക്ക് അഴകായി പൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ ഗൃഹാതുര ഓർമ്മകളും കൂട്ടിച്ചേർത്തു. കുരിശിലേറിയ യേശുവിന്റെ രക്തം പടർന്നാണ് ഗുൽമോഹർ പൂക്കൾ ചുവപ്പണിഞ്ഞത് എന്നാണ് വിശ്വാസം. കുരിശിന് ചുവട്ടിലായി രാജകീയ പോയിൻസിയാന മരമുണ്ടായിരുന്നെന്നും യേശുവിന്റെ വിശുദ്ധ രക്തം മരത്തിൽ വിരിഞ്ഞ പൂക്കളിൽ ചൊരിയപ്പെട്ടാണ് രക്തവർണമായതെന്നും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നു. ഡെലോനിക്സ് റീജിയ എന്നതാണ് ശാസ്ത്രീയ നാമം. അലസിപ്പൂമരം എന്നും വിളിക്കുന്ന വൃക്ഷത്തിലാണ് ഗുൽമോഹർ പൂക്കൾ ഉണ്ടാവുന്നത്. അധികം ബലമില്ലാത്ത ശാഖകളിലാണ് പൂക്കൾ വിരിയുന്നത്. മഴക്കാലത്ത് ചില്ലകൾ താനെ അടർന്ന് വഴികളിൽ വീഴുന്നത് പതിവാണ്. സൂര്യപ്രകാശം ആവശ്യമുള്ള പൂക്കൾക്ക് ചെറുവരൾച്ചയും അതിശൈത്യവുമെല്ലാം താങ്ങാൻ സാധിക്കും. ആഴത്തിൽ വേരുകളിറങ്ങാത്ത ഗുൽമോഹറിന്റെ ചുവട് മറ്റു മരങ്ങൾ വളരുകയില്ല. വേരിൽ നിന്ന് പുതുഗുൽമോഹർ ചെടികൾ ഉണ്ടാവുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. നിസാൽപിനിയേസി എന്ന സസ്യവർഗത്തിൽപ്പെട്ട ഗുൽമോഹർ, ഗോൾഡ് മോഹർ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളിൽ പ്രസിദ്ധമാണ്. കേരളത്തിൽ വാഗപ്പൂമരമെന്നും വിളിക്കാറുണ്ട്. കടുത്ത വേനലിൽ പൂത്തുവിരിയുന്ന മരങ്ങൾ ദിവസങ്ങളോളം അതിന്റെ മനോഹാരിത തുടർന്ന് വർഷക്കാലത്തിന്റെ വരവോടെ അനിവാര്യമായ പതനം പോലെ കൊഴിഞ്ഞ ഇവ ഇല്ലാതാകുന്നു. ആർക്കോ വേണ്ടി വിരിഞ്ഞ് അനാഥത്വത്തോടെ കൊഴിഞ്ഞു പോകുന്ന ഗുൽമോഹർ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുടെ നിറവ് കൂടിയാണ്. സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടും കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കൃഷിഭവനുകൾക്ക് മുന്നിൽ കർഷകരുടെ പ്രതിഷേധം. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കർഷക ദ്രോഹ നടപടി അവസാനിപ്പിക്കുക, സംഭരിച്ച നെല്ലിന്റെ പണം അനുവദിക്കുക, കർഷകർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പട്ടാമ്പിയിലും കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രകടനമായാണ് പ്രവർത്തകർ സമരത്തിനെത്തിയത്. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ.ടി. ഉമ്മർ സമരം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അനിൽകുമാർ കർഷകരുടെ യോഗത്തിൽ വന്നിട്ട് അദ്ദേഹം അത് ബഹിഷ്കരിച്ചു പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ എല്ലാ പഞ്ചായത്തുകളുമുള്ള കൃഷിഭവന് മുമ്പിൽ ഇതുപോലെയുള്ള ധർണ നടത്തുന്നത്. ഈ ധർണ കൊണ്ടൊന്നും അവര് കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ
അതിശക്തമായ സമരവുമായി കർഷക കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഇവിടെ പൊതുമേഖലയിൽ നിരവധി തൊഴിലാളികളുടെ കാര്യം പറയുകയാണെങ്കിലും തന്നെ ഒരുപാട് ദുരിതത്തിലാണ്. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ കാര്യത്തിലും ഈ മേഖലയിൽ കർഷക തൊഴിലാളികൾ ജാസ്തി ഇല്ലെങ്കിലും കിഴക്കൻ മേഖലയിൽ കർഷക തൊഴിലാളികളും ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സർക്കാർ അവരുടെ കുടിശ്ശിക, കർഷകരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ട നടപടിയിലേക്ക് മുമ്പോട്ട് പോകണം. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായിരുന്നു. മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. സംഭരിച്ച നെല്ലിന്റെ വില കാലതാമസമില്ലാതെ നൽകുക, നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് ADA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. A കൃഷ്ണകുമാർ, PK ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.